കമോൺ ഗൈസ്, നമുക്ക് പോയിട്ടൊരു തിരുവാതിര കളിച്ചിട്ട് വരാം. അന്ന് രാവിലെ ആദ്യം പോയത് നമ്മൾ മുല്ലപ്പൂ മേടിക്കാനാണ്. ആ മുല്ലപ്പൂ കണ്ടപ്പോൾ തന്നെ എല്ലുംപാടി വാരെടുത്ത് പോരാൻ തോന്നി. പക്ഷേ വി ആർ നോട്ട് റിച്ച്. സാധാരണ പ്രോഗ്രാമുള്ള ദിവസം എനിക്ക് വിശപ്പ് കുറവാണെങ്കിലും ഇപ്രാവശ്യം എന്തോ വിശന്നിട്ട് കണ്ണും മൂക്കൊന്നും വർക്കാവണ പോലുമില്ല. പിന്നെ കലോത്സവമൊക്കെ ഭയങ്കര കൃത്യനിഷ്ഠതയോടെ നടക്കുന്നതുകൊണ്ട് 1:30 പരിപാടിയുള്ള ഞങ്ങൾ 12:30 വേറൊരു സ്റ്റേജിൽ പോയി പരിപാടി കണ്ടുകൊണ്ട് മൈലാഞ്ചി ഇട്ടു. സാധാരണ ഞാൻ എല്ലാ കൊല്ലം ഭരതനാട്യത്തിന് നിൽക്കാറുണ്ട്. പക്ഷേ ഇക്കൊല്ലം ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ നിന്നിട്ടില്ല. പങ്കെടുത്തില്ലെങ്കിലും ഇവിടെ കാണാൻ പോകും. അതൊരു പ്രത്യേക തരം വികാരമാണ്. അതിനുശേഷം നമ്മൾ 1:30 പറഞ്ഞ പരിപാടിക്ക് 2:30 മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പാട്ട് പാടാനാണ്, അതുകൊണ്ട് എല്ലായിടത്തും കഴിഞ്ഞ് സാവധാനം ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ സൈഡിൽ നിന്ന് പാടുന്നവർക്ക് ഇത്രയും ഹെയറും ഡ്രസ്സും ഫേസും ഒക്കെ ചെയ്തിട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്രാവശ്യം തീരെ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡൊക്കെ വേഗം ഇറങ്ങുന്നുണ്ട്. ഈ കുട്ടിയും തിരുവാതിരയ്ക്കുള്ളതാണ്, അതുകൊണ്ട് ഓളെ മൊത്തം പെയിന്റ് ഒക്കെ വേഗം നമ്മൾ പറിച്ചെടുക്കുകയാണ്. പിന്നെയാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, അത് കഴുകിയാൽ പോവാവുന്നതേ ഉള്ളൂ. പിന്നെ പണ്ടേ നമ്മൾ കുറച്ച് ബുദ്ധി കൂടുതലുള്ള ടീംസ് ആവുകൊണ്ട് അതൊന്നും ചിന്തിക്കാൻ നിന്നില്ല. പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇതുവരെ പഠിച്ചതൊക്കെ ഒന്ന് പാടി നോക്കാന്ന് വിചാരിച്ചു. ഗംഗാധരൻ എന്നുള്ളത് വേറെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പറമ്പിങ്ങനെ ആലോചിക്കാം, ഗംഗാധരൻ എവിടെയുള്ളത് നോക്കണ്ട, അവസാനം നിന്ന് പാടി നോക്കിയാലും ഒന്നും ഓർമ്മ കിട്ടൂല, ഉള്ളതും കൂടി പോവുള്ളൂ. അങ്ങനെ സ്റ്റേജിൽ കയറി തിരുവാതിരയൊക്കെ കളിച്ച് പാടി റിസൾട്ടിനും വെയിറ്റും ചെയ്തിരുന്നു. ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയ കോഡ് നമ്പർ 145. എന്നിട്ട് മേക്കപ്പ് പോലും പോക്കാതെ ഞാൻ ഒരു ഇളനീർ ജ്യൂസും കുടിച്ചിട്ട് വീട്ടിൽ പോയി.